ദേശീയപാതയിൽ നിന്നും ചെളിയും മണ്ണും വെള്ളവും ഒഴുകിയെത്തുന്നത് 20ഓളം കുടുംബങ്ങളുടെ വീടുകളിലേക്ക്. പുത്തനത്താണി ചുങ്കത്ത് ദുരിതത്തിലായി യാത്രക്കാർ. ഡ്രെയിനേജുകൾ കെട്ടിയടച്ച് ഈ ഒറ്റ റോഡിലേക്ക് മാത്രമായി ഡ്രെയിനേജ് തുറന്നതാണ് ദുരിതം തീർത്തത്. അശാസ്ത്രീയമായ നിർമ്മാണം പരിഹരിച്ചില്ലെങ്കിൽ വാർഡ് അംഗത്തിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. ആദവനാട് പഞ്ചായത്തിലെ 20-ാം വാർഡിൽ ഉൾപ്പെട്ട ചുങ്കം മത്തിച്ചിറ പൂളമംഗലം റോഡിൽ താമസിക്കുന്ന കുടുംബങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് മഴ പെയ്യരുതേ എന്നാണ്. കാരണം മഴ പെയ്താൽ ദേശീയപാതയിൽ നിന്നുള്ള ചെളിയും മണ്ണും കല്ലും എല്ലാം ചേർന്ന വെള്ളം ഈ റോഡിലൂടെയാണ് ഒഴുകുന്നത്. ദേശീയപാതയിൽ നിന്ന് കുത്തിയൊലിച്ചെത്തുന്ന ചെളിവെള്ളം മുഴുവൻ റോഡിലൂടെ പരന്നൊഴുകും. ഈ വെള്ളം ചെളി സഹിതം വീട്ടിലേക്കും കയറുന്നുണ്ട്. ചെളിയും കല്ലും മണ്ണും കുത്തിയൊലിച്ചെത്തി റോഡിൽ കിടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതവും ദുരിതത്തിലാണ്. ദേശീയപാത 66 നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് പലയിടങ്ങളിലായുള്ള ഡ്രൈനേജുകളിൽ ഒഴുക്കിവിട്ടിരുന്ന വെള്ളമാണിത്. നിലവിൽ വെട്ടിച്ചിറ മുതൽ പുത്തനത്താണി വരെ 2 കിലോമീറ്റർ ദൂരത്തെ എല്ലാ ഡ്രൈനേജും അടച്ചതാണ് ഇത്തരത്തിൽ വെള്ളം കുത്തിയൊലിക്കാനിടയാക്കിയതെന്ന് പഞ്ചായത്ത് അംഗം MK കുഞ്ഞുട്ടി പറഞ്ഞു. പുത്തനത്താണി മുതൽ വെട്ടിച്ചിറ വരെയുള്ള 2 ഭാഗത്ത് ഡ്രൈനേജ് വെള്ളം ഒന്നിച്ച് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഈ റോഡിലേക്ക് വിടുകയാണ് എനർജി ചെയ്യുന്നത്. നമ്മൾ ശാസ്ത്രീയമായി ഒന്നും പഠിക്കാതെ നിലവിൽ പല സോഴ്സുകളുണ്ടായി. നേരത്തെ ഉണ്ടായിരുന്ന ഹൈവേയിൽ നിന്നും പല ഭാഗത്തിലേക്ക് ഷെയർ ചെയ്ത് വെള്ളം ഒഴിവാക്കിയ ഭാഗങ്ങൾക്ക് പൂർണ്ണമായി കോൺക്രീറ്റ് ചെയ്ത് അടച്ചുകൊണ്ട് ആ വെള്ളങ്ങൾ ഒരു 2 കിലോമീറ്റർ ദൂരത്തുള്ള വെള്ളം പൂർണ്ണമായിട്ടും ഈ ഒറ്റ റോഡിലേക്ക് വിടുന്നൊരു സാഹചര്യമാണുള്ളത്. ഇവിടുത്തെ ഈ ആളുകൾ വളരെ പ്രയാസത്തിലാണ്. ചെളിവെള്ളം കുത്തിയൊഴുകി കിണറുകളിലേക്കും എത്തുന്നതിനാൽ കിണർ മലിനമാകുകയും കുടിവെള്ളം നാശമാകുകയും ചെയ്യുന്നതായി പ്രദേശവാസിയായ കൊളമ്പിൽ ഹംസക്കുട്ടി പറയുന്നു. വീടുകൾക്കും അതുപോലെ കുടിവെള്ള സ്രോതസ്സുകൾ കിണറിലേക്കൊക്കെ വെള്ളം ഒഴുകി കിണർ അശുദ്ധമായി കുടിവെള്ളത്തിന് പോലും പ്രയാസപ്പെടുന്ന ഒരവസ്ഥയാണ്. അതുപോലെ ജനങ്ങൾക്ക് മാരകമായ അസുഖങ്ങൾ വരാനുള്ള പല സാധ്യതകളുണ്ട്. കണ്ടമാനം ഈ ഡ്രെയിനേജ് വെള്ളം മുഴുവനായിട്ട് പരന്ന റോഡിലൂടെ ഒഴുകുകയാണ്. ഇതിന് അത് പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് കെട്ടി തൊട്ട് താഴെയുള്ള തോടിലേക്ക് എത്തിക്കുക മാത്രമാണ് ഒരു പരിഹാരം. പുത്തനത്താണിയിൽ നിന്ന് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുമ്പോൾ ചുങ്കത്ത് നിന്ന് തിരിഞ്ഞ് പൂളമംഗലം അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള വഴിയാണിത്. അശാസ്ത്രീയമായ ഈ നിർമ്മാണപ്പിഴവ് പരിഹരിക്കണമെന്ന് പലതവണ നാട്ടുകാർ പഞ്ചായത്തിലും ദേശീയപാത നിർമ്മാണ കമ്പനിയോടും ആവശ്യപ്പെട്ടെങ്കിലും നടപടിയായിട്ടില്ല. മണ്ണ് കുത്തിയൊലിച്ച് റോഡ് തന്നെ ഇല്ലാതായ അവസ്ഥയാണിവിടെ. ഇതിനെതിരെ പരസ്യ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് നാട്ടുകാർ. കേരള വിഷൻ, പുത്തനത്താണി.